ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ നിന്നുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. 19-ാം തീയതിയാണ് UGC ചെയർമാൻ്റെ ട്വീറ്റ് വന്നത്. 20-ാം തീയതി നമുക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും എന്നുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 20-ാം തീയതി രാത്രി 11:58 ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്. ആ കാര്യം നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇപ്പോൾ UGC നെറ്റ് ജൂൺ 2024 ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ PDF നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 20 മുതൽ മെയ് 10 വരെയാണ്. അതായത് നാളെ മുതൽ ഏപ്രിൽ 21 ഞായർ മുതൽ നമുക്ക് അപേക്ഷ അയച്ചു തുടങ്ങാം. അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി മെയ് 10 നമുക്ക് ഫീ അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 11 ടു മെയ് 12 അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 1150, OBC 600 രൂപ, SC ST 325 രൂപ. നമ്മൾ തെറ്റുകൾ കൂടാതെ തന്നെ അപേക്ഷ പൂരിപ്പിച്ച് അയക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. പല സ്ഥലങ്ങളിൽ പലരും വർഷാവർഷം തെറ്റുകൾ വരുത്താറുണ്ട്. ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് മെയ് 13 മുതൽ മെയ് 15 വരെയാണ്. മെയ് 13 ടു മെയ് 15 ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ നമുക്ക് വരികയാണെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് 13 മുതൽ 15 വരെയാണ്. നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് നമുക്ക് പിന്നീട് ലഭിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ജൂൺ 16. ജൂൺ 16 മുതൽ നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നുണ്ട്. ജൂൺ 16-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ജൂൺ 10 എന്നുള്ളതായിരുന്നു. ജൂൺ 16 പരീക്ഷ തുടങ്ങുന്നത്. ആ കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 3 മണിക്കൂറാണ്, ഇടയിൽ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. എക്സാമിനേഷന്റെ ടൈം, അതുപോലെ തന്നെ ഡേറ്റ്, ഷിഫ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ. ദിവസം 2 പരീക്ഷകളാണ് നടക്കുന്നത്. അതായത് ആദ്യത്തെ ഷിഫ്റ്റിൽ കുറച്ച് പേർക്ക് 3 മണിക്കൂർ, രണ്ടാമത്തെ ഷിഫ്റ്റ് 3 മണി മുതൽ 6 മണി വരെ മറ്റ് സബ്ജക്റ്റുകൾക്കും നടക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിന്റെ ഷിഫ്റ്റ് ഏതാ എന്നുള്ളതൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡിനോടൊപ്പമാണ് അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അപേക്ഷ ഓൺലൈനായിട്ട് മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 സ്റ്റെപ്പുകളിലായിട്ടാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫോമാണ്. അവിടെ നമ്മൾ കൊടുക്കാൻ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. 3-ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഫീ അടച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും സാൻഡീസ് ആപ്പ് അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും, നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് NDA പറയുന്നതെങ്കിലും അതൊന്നും സാധ്യമായി കണ്ടിട്ടില്ല. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. എലിജിബിലിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് UGC നെറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് അവാർഡ് ഓഫ് JRF, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ, PhD-ക്കായിട്ടുള്ള അഡ്മിഷൻ. അത് ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും PhD അഡ്മിഷനായിട്ട് നമ്മൾ ഇനി നെറ്റ് സ്കോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് മനസ്സിലാക്കിയതാണ്. കാറ്റഗറി 1-ൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാറ്റഗറിയിൽ നമുക്ക് JRF ലഭിക്കും. JRF ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PhD-ക്ക് ജോയിൻ ചെയ്യാനുള്ള യോഗ്യത ലഭിക്കുന്നു. കാറ്റഗറി 2-ൽ വരുന്ന സമയത്ത് JRF ഉണ്ടാവില്ല, നമുക്ക് നെറ്റ് മാത്രമായിരിക്കും. അവിടെയും നമുക്ക് PhD-ക്ക് യോഗ്യത ലഭിക്കുന്നു. കാറ്റഗറി 3-ലേക്ക് വരുന്ന സമയത്ത് JRF ഉണ്ടാവില്ല, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത ഉണ്ടാവില്ല,
നമുക്ക് PhD അഡ്മിഷൻ മാത്രമായിട്ടുള്ള സ്കോർ ലഭിക്കുകയാണ് ചെയ്യുക. ഈ 3 കാറ്റഗറി, അതായത് ഇന്ത്യ ഒട്ടാകെയുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും PhD ചെയ്യാൻ സ്കോളർഷിപ്പോട് കൂടിയുള്ള PhD JRF അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം, PhDകൾ അഡ്മിഷൻ നേടാം, അവിടെ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. രണ്ടാമത്തെ കാറ്റഗറി അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം, അത് നമുക്ക് നമ്മൾ മരിക്കുന്നത് വരെ ലഭിക്കുന്ന യോഗ്യതയാണ്. PhD അഡ്മിഷൻ ആയിട്ടുള്ള അതിന്റെ കാലാവധി, ആ ഒരു സ്കോറിന്റെ കാലാവധി എന്ന് പറയുന്ന 1 വർഷമാണ്. നേരത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഏത് രീതിയിലാണ് PhDക്കായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഇയർ മാത്രമായിരിക്കും PhDക്കായിട്ടുള്ള യോഗ്യത. കാറ്റഗറി 3യിൽ PhD മാത്രമാണ്, 1 ഇയർ കഴിഞ്ഞാൽ അവർ ഓൾറെഡി അത് കട്ടാവും. എന്നാൽ കാറ്റഗറി 2ൽ നെറ്റ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നെറ്റ് യോഗ്യത നിലനിൽക്കും. എന്നാൽ PhDക്കായിട്ടുള്ള യോഗ്യത അവർക്ക് 1 ഇയർ കഴിഞ്ഞാൽ അവിടെ കട്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ NFSC ഉണ്ട്, നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, NFOBC, NFPWD. ഈ 3 ഫെലോഷിപ്പുകളാണ് നിലവിൽ JRFന് പുറമെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല വീഡിയോ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ചില വീഡിയോയിലൊക്കെ കണ്ടു MANF ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ MANF 2022 UGC നിർത്തലാക്കിയിട്ടുണ്ട്, MHRD നിർത്തലാക്കിയിട്ടുണ്ട്. മൗലാന അബ്ദുൽ കലാം നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കായിട്ടുള്ള MANF അത് ഓൾറെഡി നിർത്തലാക്കിയിട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് നിലവിൽ JRFന് പുറമെ ഈ 3 സ്കോളർഷിപ്പുകളാണ് ലഭിക്കുന്നതെന്നും നമ്മൾ അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം വന്നിട്ടുണ്ട്, മോഡ് ഓഫ് എക്സാമിനേഷൻ. മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ബേസ്ഡ് ഓൺലി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ പരീക്ഷ നമുക്ക് പരിശോധിക്കാം. മോഡ് ഓഫ് എക്സാമിനേഷൻ ഷാൾ ബി കണ്ടക്റ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBT ആയിരുന്നു 2023 ഡിസംബർ എക്സാം, CBT മോഡിലായിരുന്നു. എന്നാൽ 2024 ജൂണിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ NDA പറയുന്നത് OMR ബേസ്ഡ് ആണ് പരീക്ഷ നടത്തുന്നത്. അതായത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് NDAയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇനി പരീക്ഷ വരുന്നത്. കാരണം CBT മോഡിൽ നിന്ന് മാറ്റി OMRലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് CBT മാത്രമാണ്, എന്നാൽ ഇത്തവണ OMR ബേസ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ വലിയ മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നത്. CBT എടുത്തു മാറ്റി OMR ബേസ്ഡ് ആണ്. ഈ OMR ആയതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷാ സെന്ററുകളെല്ലാം നമ്മൾ കൊടുക്കുന്നതിനടുത്ത് ലഭിക്കാനും നമുക്ക് സാധ്യതയുണ്ട്. കാരണം എവിടെ വേണമെങ്കിലും നടത്താം, നമുക്ക് ഇന്റർനെറ്റ് സൗകര്യം വേണ്ട, സിസ്റ്റം വേണ്ട, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിന് സഹായമായിട്ടുണ്ട്. അപ്പോ ഇത്തവണത്തെ പരീക്ഷ OMR ആണ്, ആ കാര്യം മനസ്സിലാക്കുക. വലിയൊരു ചേഞ്ച് ആണ് UGC നെറ്റ് എക്സാമിൽ വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും തിരിച്ച് OMRലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ OMRന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് ചില ചോദ്യങ്ങൾ തെറ്റാണെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ CBT മോഡിൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇത് ഒരു തവണ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. OMR ആയതുകൊണ്ട് തന്നെ നെറ്റ് എക്സാമിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. വലിയൊരു ചേഞ്ചാണ് ഇത്തവണത്തെ പരീക്ഷയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരു കാറ്റഗറി കൂട്ടി, PhDക്കായിട്ട് വേറെ എൻട്രൻസ് എക്സാമിനേഷനുള്ള നെറ്റ് തന്നെയാണ് എന്നുള്ളതൊക്കെ, നെറ്റിന് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. OMRലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ്. ഇത് ഇതുവരെ ഇല്ലാത്തൊരു മാറ്റമായിരുന്നു. ഇനി അടുത്തത് പറയുന്നത് പേപ്പർ 1ൽ 100 മാർക്കിനുള്ള 50 ചോദ്യങ്ങൾ, ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ നിലവിലുള്ള സിലബസ് തന്നെ. ജൂൺ എക്സാമിനേഷന് സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല. വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ജൂൺ എക്സാമിനേഷന് സിലബസ് മാറില്ല, അത് നമ്മൾ ഉറപ്പ് തന്നതാണ്.
പലരും നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും സിലബസ് മാറും, സിലബസ് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സിലബസിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. സെക്കൻഡ് പേപ്പറിൽ 200 മാർക്കിനുള്ള 100 ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സബ്ജക്ട് കോഡ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. UGC നെറ്റിന്റെ സിലബസ് നമുക്ക് UGCയുടെ വെബ്സൈറ്റ് ലഭിക്കും, അതിന്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദി സെലക്ട് ചെയ്ത് പോകരുത്, അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് മാർക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു ചോദ്യത്തിന് 2 മാർക്കാണ് ലഭിക്കുന്നത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നെഗറ്റീവ് മാർക്കൊക്കെ വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ പറഞ്ഞതാണ്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇവിടെ നോ മാർക്ക് വിൽ ബി ഗിവൺ ഫോർ ദ അൺആൻസേർഡ്, അതുപോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്യാത്തത്, മാർക്ക് ഫോർ റിവ്യൂ, അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇത് CBTയിൽ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് ഇവിടെ കൊടുത്ത് എന്നുള്ളത് അറിയില്ല. മോഡ് OMRലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളം നമുക്ക് ലഭിച്ചേക്കാം. അതിനൊന്നും തന്നെ മാർക്ക് ലഭിക്കില്ല എന്നുള്ളതും കൃത്യമായിട്ട് പറയേണ്ടത്. സാധാരണ രീതിയിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ ഇത്ര ഡീപ്പായിട്ട് ചെയ്യാറില്ല. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ തന്നെ ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് EWS 55% മാർക്കോട് കൂടിയുള്ള PG, SC ST OBC PWD തേർഡ് ജനറൽ അവർക്കൊക്കെ തന്നെ 50% കൂടിയുള്ള PG ആണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ നെറ്റ് നേടിക്കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നേടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ PG ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ? അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ODL ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ നെറ്റ് എക്സാമിനായിട്ട് അപേക്ഷിക്കാം, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ആ കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. പിന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4 ഇയർ 8 സെമസ്റ്റർ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. UGC ചെയർമാന്റെ ട്വീറ്റിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഏത് വിഷയത്തിലാണോ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ അവർക്ക് നെറ്റ് എഴുതാൻ സാധിക്കും. കാരണം PhDക്ക് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നെറ്റ് എഴുതി അതിന് സ്കോർ നേടിയിരിക്കണം എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള മറ്റു യോഗ്യത എന്ന് പറയുന്നത് നെറ്റ് സ്ലെറ്റ് സെറ്റാണ്. അപ്പോൾ ഓൾറെഡി ആ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പേ വീഡിയോ ചെയ്ത് പറഞ്ഞാണ്, അത് ഇവിടെ മെൻഷൻ ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ. സെറ്റ് യോഗ്യത മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ചാണ്. എന്നാൽ കേരള സെറ്റ് ആ സെറ്റ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇനി ഏജ് ലിമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ JRFനായിട്ടുള്ള ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. OBC NCL SC ST PWD തേർഡ് ജനറൽ അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് അവർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ജനറൽ കാറ്റഗറി 30 വയസ്സാണ്. മറ്റുള്ളവർക്കെല്ലാം, അതായത് ജനറൽ കാറ്റഗറി വുമൺ കാൻഡിഡേറ്റ്സ് അടക്കം മറ്റുള്ളവർക്കെല്ലാം തന്നെ 35 വയസ്സാണ് JRFനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്ന് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർക്കായിട്ട് അപേക്ഷിക്കുന്നതിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ PhD അഡ്മിഷനായിട്ട് അപേക്ഷിക്കുന്നതിനും നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് രീതിയിലാണ് റിസർവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് EWSന് എങ്ങനെയാണ്, NCL SC ST തേർഡ് ജനറൽ അവർക്കൊക്കെ, PWD അവർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. PWD കാൻഡിഡേറ്റിന്റെ കാര്യം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സ്ക്രൈബിനെ വെക്കുന്ന കാര്യവും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് വായിച്ച് മനസ്സിലാക്കുക. അതിനൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്യണം. അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ, നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡ്, ആധാർ കാർഡിന്റെ നമ്പർ, സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സിറ്റി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതൊക്കെ തന്നെയാണ്. EWS ആണ് EWS സെലക്ട് ചെയ്യുക, PWD അതുപോലെ തന്നെ JPG ഫോർമാറ്റിൽ നിങ്ങളുടെ ഒപ്പ് കൃത്യമായിരിക്കണം, മെയിൽ ID കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. മെയിൽ ID യാതൊരു കാരണവശാലും തെറ്റാൻ പാടില്ല. അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് മെയിൽ IDയും മൊബൈൽ നമ്പറും വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അതിൽ യാതൊരു രീതിയിലും കറക്ഷൻ ഉണ്ടാവാൻ പാടില്ല. പല സ്ഥലങ്ങളിലും നിങ്ങൾ പുറത്തൊക്കെ പോയി അപേക്ഷിക്കുന്ന സമയത്ത്
മെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫിന്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കളർ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. 80% ഫേസ് വിസിബിൾ ആയിരിക്കണം. ചെവികൾ കാണണം, ഇൻക്ലൂഡിങ് ഇയേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയെങ്കിലും വലിയ രീതിയിൽ അത് കാര്യമാക്കാറില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ചെവി വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചെവി വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോ വേണോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ വേണോ എന്നുള്ളതൊന്നും ചോദിക്കേണ്ടതില്ല. ഇവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 80% ഫേസ് കാണണം, ചെവി വിസിബിൾ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സ്റ്റെപ്പ് 1 നമ്മുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. സ്റ്റെപ്പ് 2 അപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. സ്റ്റെപ്പ് 3 എമൗണ്ട് അടച്ചുകൊണ്ട് അപ്ലിക്കേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. 10 KB മുതൽ 100 KB വരെയാണ് അതിന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത്. കളേർഡ് ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അല്ലാത്ത ഫോട്ടോ കൊടുത്താൽ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. സിഗ്നേച്ചറിന്റെ കാര്യത്തിൽ 4 KB to 30 KB വരെയാണ് അതിന്റെ സൈസ് വരുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊന്നും നോക്കാൻ ഈ ഒരു സൈസ് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതിന്റെ ഒരു സൈസ് നിങ്ങൾക്ക് NDAയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കും ഏതാണ് സൈസ് എന്നുള്ളത്. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. നോൺ ക്രിമിലിയർ ആണെങ്കിൽ SC ST ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ PG സബ്ജക്ട്, എക്സാമിനേഷൻ സിറ്റി ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. അതിലൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓൺലൈൻ മോഡിലാണ് ആപ്ലിക്കേഷൻ. അത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുകയാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അതിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ നോൺ ആധാർ ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്മിറ്റ് കാർഡിന്റെ കാര്യം അതൊക്കെ നമുക്ക് അറിയാനുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് കൃത്യസമയത്ത് തന്നെ നമുക്ക് വരും. അതിൽ നമ്മുടെ എക്സാമിനേഷൻ സെന്റർ, അതിന്റെ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡ് നമുക്ക് NDAയുടെ വെബ്സൈറ്റിലാണ് ലഭിക്കുക. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാറില്ല. ഇത്തവണ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യവും വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് അതിന്റെ പ്രൊസീജിയർ, ക്രൈറ്റീരിയ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അസിസ്റ്റന്റ് പ്രൊഫസർ സാധാരണത്തെ പോലെ തന്നെ 6% നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്ത്യ ഒട്ടാകെ എഴുതുന്നവരിൽ നിന്നുള്ള 6% പേർക്ക് മാത്രമാണ് നെറ്റ് നൽകുന്നത്. അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൽ 100 പേർ ഇന്ത്യ ഒട്ടാകെ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 6 പേർക്കാണ് നെറ്റ് കൊടുക്കുന്നത്. ബാക്കി 94 പേരെ ഒഴിവാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടോട്ടൽ സ്ലോട്ടിൽ അവരുടെ റിസർവേഷൻ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40% മാർക്കും, OBC, SC ST, തേർഡ് ജനറൽ ഒക്കെ ആണെങ്കിൽ 35% മാർക്കും മിനിമം ലഭിച്ചിരിക്കണം. അവരെയാണ് ഈ 6%ത്തിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി JRFന്റെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. JRFന്റെ പറയുന്നത് ഗവൺമെന്റ് പോളിസിക്ക് അനുസരിച്ചാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് 1% കാണാം. സാധാരണ 1% കണ്ടുവരാറുള്ളത്. അത് 100 പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾക്കാണ് JRF ലഭിക്കുന്നത്. ബാക്കി 99 പേരെ ഒഴിവാക്കും. അതില് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 94 പേര് ഒഴിവാകും. ഓക്കെ, 100 പേര് എഴുതുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് നെറ്റ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. PhDയുടെ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചായിരിക്കും. ഇതിപ്പോ നമ്മുടെ JRFന്റെ പറഞ്ഞതുപോലെ തന്നെ അത് ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചായിരിക്കും. PhDയുടെ പ്രവേശനത്തിനായിട്ടുള്ള സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കും. അതിവിടെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നില്ല. എങ്ങനെയാണ് അതിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞതായിട്ട് കാണുന്നില്ല. പ്രൊസീജിയർ ആൻഡ് ക്രൈറ്റീരിയ ഫോർ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് എന്നുള്ളത് പറഞ്ഞ ഭാഗത്ത് ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് എത്ര പോയിന്റിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിന് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറഞ്ഞു. നോർമലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് 2 പരീക്ഷ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നോർമലൈസേഷൻ പ്രോസസ് ആണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ PWD
ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 40% മേൽ ഡിസബിലിറ്റി ഉള്ളവർക്കായിട്ടുള്ളതാണ് ഇതിവിടെ വരുന്നത്. അത് ഫില്ല് ചെയ്ത് കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രൈബ് ആവശ്യമുള്ളവർക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും ഫില്ല് ചെയ്ത് കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇവിടെ PG സബ്ജക്റ്റിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ PGയുടെ പേപ്പറിൻ്റെ പേരും അതിൻ്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റി കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഒരു സമയത്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നോർമലൈസേഷൻ പ്രൊസീജിയർ ബേസ്ഡ് ഓൺ പെർസെൻറ്റൈൽ സ്കോർ, അത് നമുക്ക് വീഡിയോ ചെയ്തതാണ് ഓൾറെഡി. ആ കാര്യം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഏതൊക്കെ സിറ്റിയിലാണ് നമുക്ക് എക്സാമിനേഷൻ സെന്ററുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അപേക്ഷ അയക്കാം എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് മനസ്സിലാക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളും കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ CBTയിൽ നിന്നും OMRലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. CBTയിൽ നിന്നും OMRലേക്കുള്ള മാറ്റാണ്. അത് എന്തുകൊണ്ടാണ് NDA കൊണ്ടുവന്നത് എന്നുള്ളത് അറിയില്ല. ഇനി അതവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റാനൊന്നും യാതൊരു സാധ്യതയില്ല. CBT അല്ല ഇത്തവണത്തെ എക്സാമിനേഷൻ, OMR ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ തവണത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ പരിശോധിച്ചതാണ്. അതിൽ കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, NDA CBT എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ എക്സാമിനേഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ CBTയിൽ നിന്നും OMRലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു മാറ്റാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ആ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കും. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ സ്റ്റെപ്പ് ബൈ ഫില്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.